ചാപ്റ്റർ 1 സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. +1 കെമിസ്ട്രി ടെക്സ്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നത്. ഈ ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഒന്നുകൂടി എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കപ്പോൾ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൻ്റെ പേരിൽ നിന്ന് തന്നെ സം ബേസിക് കൺസെപ്റ്റ്സ്, കെമിസ്ട്രിയിൽ എൻ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് കിട്ടുക എന്നത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ലോസ്, കുറച്ച് ടെക്നിക്കുകൾ, കുറച്ച് കെമിസ്ട്രി ട്രിക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന സെക്ഷനിലേക്ക് പോകാം. എന്താണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് ചോദിച്ചാൽ, ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നതിനെ ഗവേൺ ചെയ്യുന്ന റൂൾസാണ് ഇവിടെ പഠിക്കാനുള്ളത്. നമ്മുടെ ടെക്സ്റ്റിൽ 5 റൂൾസാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ബോർഡ് എക്സാമിൻ്റെയും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നതും. അതായത് ഒരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്താണല്ലോ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്, ആറ്റംസ് കമ്പൈൻ ചെയ്താണല്ലോ മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സ് ഉണ്ടാകുമ്പം അതിനെ ഗവേൺ ചെയ്യുന്ന 5 നിയമങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 5 ബേസിക് ലോസ്. ദി കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ടു ഫോം കോമ്പൗണ്ട്സ് ഈസ് ഗവേൺഡ് ബൈ ദി ഫോളോയിങ് 5 ബേസിക് ലോസ്. 5 ബേസിക് ലോസ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് ഏതൊക്കെ ലോസ് ആണെന്ന് ചോദിച്ചാൽ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഉണ്ട്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഉണ്ട്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഉണ്ട്, ഗേ-ലുസാക് ലോ ഓഫ് ഗേഷ്യസ് വോളിയൂംസ് ഉണ്ട്, അവഗാഡ്രോസ് ലോ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് നോക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നാൽ മാസ് കൺസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന നിയമമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് എന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. മാറ്ററിനെ ഒരിക്കലും നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല എന്ന് പറയുന്ന ലോയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നത്. ലാവോസിയറാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. നമുക്കറിയാം, ഒരു റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുകയാണ്. അപ്പം അതിനെ ബേസ് ചെയ്യുന്ന ലോസ് ആണ്. അതായത് ഒരു റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൽ റിയാക്റ്റൻസ് ഉണ്ടാവും, പ്രോഡക്റ്റ് ഉണ്ടാവും. അതിൽ റിയാക്റ്റൻസിൻ്റെ മാസ് കൂട്ടിയാൽ അതിന് ഈക്വലായിരിക്കും പ്രോഡക്റ്റിൻ്റെ മാസ്. അത് തന്നെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഒന്നുകൂടെ പറയാം, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന ആദ്യത്തെ ബേസിക് ലോ. അടുത്തതായിട്ട് രണ്ടാമത്തെ ബേസിക് ലോയിലേക്ക് നമുക്ക് പോകാം. എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ? ജോസഫ് പ്രോസ്റ്റ് എന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ? എല്ലാവർക്കും അറിയാം, H2O എന്നത് വാട്ടറിൻ്റെ കോമ്പോസിഷനാണ്. എന്താണ് H2O എന്നത് വാട്ടർ മോളിക്യൂളാണ്. വാട്ടറിൻ്റെ കെമിക്കൽ റെപ്രസെൻറ്റേഷനാണ് H2O. അപ്പം H2O എന്നത് ഒരു വാട്ടറിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇത് പറയുന്നത് ഒരു കോമ്പൗണ്ട്, വാട്ടർ എവിടെ നിന്നും എടുക്കട്ടെ, കേരളത്തിൽ നിന്ന് എടുത്താലും ആഫ്രിക്കയിൽ നിന്ന് എടുത്താലും അമേരിക്കയിൽ നിന്ന് എടുത്താലും എല്ലാം അതിലെ മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സെയിം ആയിരിക്കും എന്നിട്ടുള്ള കാര്യമാണ്. അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇവിടെ മാസ് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ 2 ഗ്രാം, ഓക്സിജൻ 16 ഗ്രാം, 2:16, 1:8 എന്ന റേഷ്യോയിലായിരിക്കും ഇവിടെ മാസ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നർത്ഥം. ഈ വാട്ടർ ഏത് രാജ്യത്തുനിന്ന് ഏത് ലൊക്കേഷനിൽ നിന്ന് എടുത്താലും ഈ ഒരു ലോയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇത് എഴുതിയേക്കുന്നുണ്ട്, എ ഗിവൺ കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദി സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ്. സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻ്റ് ആയിരിക്കും ഒരു കോമ്പൗണ്ട് നമ്മൾ എവിടെ നിന്ന് എടുത്താലും എന്ന് പറയുന്ന ലോയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഒന്നുകൂടെ പറയാം, എ ഗിവൺ കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദി സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ്, ബൈ മാസ് എന്നും പറയാം. ഇത് കൊണ്ടുവന്നത് ജോസഫ് പ്രോസ്റ്റ് എന്ന സയൻറ്റിസ്റ്റാണ്. നമുക്ക് നോക്കാം, ഇവിടെ ഒരു ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിൻ്റെ ടേബിളാണ്? ഓക്കെ, കുറച്ച് എക്സ്പീരിമെൻറ്റ്സ് മാത്രമാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. H2O എന്ന മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ
ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ എവിടെ നിന്ന് വാട്ടർ എടുത്താലും സെയിം ആയിരിക്കും. അതുപോലെ അതിൻ്റെ മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും 2 gram/16 gram എന്നത് ആ ഒരു പ്രൊപ്പോർഷനും വളരെ കറക്റ്റായിരിക്കും. ഓക്കെ, അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന സെക്ഷനിലേക്ക് പോകാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്താണ്? അതായത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ ഒരു കോമ്പൗണ്ടിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് എങ്കിൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ 2 കോമ്പൗണ്ട് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതായത് 2 എലമെൻറ്റ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ മാസ് ഫിക്സഡ് ആയിരിക്കും, മറ്റേതിൻ്റെ മാസ് ഒരു ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും എന്ന് പറയുന്നതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഞാൻ ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. If 2 elements can combine to form more than one compound, the masses of one element that combine with a fixed mass of the other element and the other element are in the ratio of small whole number. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, ഇവിടെ 2 എക്സാമ്പിൾസ് ചെയ്യിക്കുന്നത് കണ്ടോ. വെൻ 2 elements combine to form, ഹൈഡ്രജനും ഓക്സിജനും ആണ് ഈ 2 elements combine to form more than one compound. ഇവിടെ 2 കോമ്പൗണ്ട് ആയിട്ടുണ്ട്. വൺ ഓഫ് ദി മാസ് ഓഫ് ദി എലമെൻറ്റ് ഈസ് ഫിക്സഡ് അല്ലേ. ഹൈഡ്രജൻ്റെ മാസ് ഇവിടെ 2 gram വെച്ചിട്ടല്ലേ, 2 ഹൈഡ്രജൻ അല്ലേ. വൺ ഓഫ് ദി മാസ് ഓഫ് ദി എലമെൻറ്റ് ഈസ് ഫിക്സഡ് ആൻഡ് അതർ ബിയർ എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ആദ്യത്തെ വാട്ടറിൽ എങ്ങനെയാണ്, 1 1 ഓക്സിജനാണ്. അടുത്ത ഹൈഡ്രജൻ പെറോക്സൈഡിൽ എത്രയാണ്, 2 ഓക്സിജനാണ്. 1:2 എന്ന സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എക്സിസ്റ്റ് ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം, വെൻ മോർ ദാൻ 1 കോമ്പൗണ്ട്, അങ്ങനെയല്ല, when 2 elements combine to form more than one compound, one of the mass of the element is fixed and other bear a simple whole number ratio. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ കണ്ടേ, ഹൈഡ്രജനും ഓക്സിജനും കൂടി വന്നിട്ട് വാട്ടർ ഉണ്ടായി, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡായി. ഈ 2 കാര്യമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ബൈ മാസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണത് കണ്ടോ. ഇവിടെ 2:16 ആണ് ഇവിടെ വന്നിരിക്കുന്നത് മാസ് കണ്ടോ. 2 ഗ്രാമും 16 ഗ്രാമും. ഇവിടെയോ 2 ഗ്രാമും ഇവിടെ 32 ഗ്രാമും കണ്ടോ, അങ്ങനെയല്ലേ. അപ്പോൾ 2:16 അല്ലെങ്കിൽ 1:8 എന്ന മാസിൻ്റെ റേഷ്യോടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് 2:32 അല്ലെങ്കിൽ 1:16 എന്ന ആ ഒരു റേഷ്യോ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹിയർ ഈ 2 കമ്പാരിസൺ തന്നിട്ട് ഇവിടെ തന്നിരിക്കുന്നതാണ് ദി മാസ് ഓഫ് oxygen, that is 16 gram and 32 gram, which combines with a fixed mass of hydrogen 2 gram. We are a simple ratio, that is 16:32. ഇവിടെ 16:32 എന്നൊരു റേഷ്യോ, സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ 1:2 എന്നൊരു റേഷ്യോ ഫോളോ ചെയ്യുന്നുണ്ട് എന്നതാണ് പറഞ്ഞു വെക്കുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ല എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഒന്നുകൂടെ വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഐഡിയ കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് പറയുന്ന ലോ ആണ് ഗെയ്-ലൂസാക്ക് ലോ ഓഫ് ഗേഷ്യസ് വോളിയൂംസ്. ഗെയ്-ലൂസാക്ക് ലോ ഓഫ് ഗേഷ്യസ് വോളിയൂംസ് എന്നാൽ എന്താണ് എന്ന് നമുക്ക് പറയാം. ദിസ് ലോ വാസ് ഗിവൺ ബൈ ഗെയ്-ലൂസാക്ക് എന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത ലോയാണ്. ഹി ഒബ്സർവ്ഡ് ദാറ്റ് വെൻ gases combine or are produced in a chemical reaction, they do so in a simple ratio by volume provided all gases are at the same temperature and pressure എന്ന് പറയുന്ന ലോ ആണ് ഗെയ്-ലൂസാക്ക് ലോ ഓഫ് വോളിയൂംസ്, ഗേഷ്യസ് വോളിയൂംസ്. അതായത് സിമ്പിളായിട്ട് പറയാം, റിയാക്റ്റൻറ്റ് കമ്പൈൻ ചെയ്തിട്ട് പ്രോഡക്റ്റായി മാറുമ്പോഴത്തേക്ക് അവിടെ ഒരു സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന കാര്യമാണ് വോളിയൂംസിൻ്റെ കേസിൽ. അതാണ് ഗെയ്-ലൂസാക്ക് ലോ ഓഫ് ഗേഷ്യസ് വോളിയൂംസ് എന്നതുകൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. വെൻ ഗേഷ്യസ് റിയാക്റ്റൻറ്റ് combine to form gaseous product, a simple ratio exists in between volume of the reactant and the product എന്നൊക്കെ നമുക്ക് പറയാം. ഒരു എക്സാമ്പിൾ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 100 ml of hydrogen combined with 50 ml of oxygen gives 100 ml of water vapor. ഹൈഡ്രജനും ഓക്സിജനോട് ചേർന്നാൽ വാട്ടർ ഉണ്ടാവും. 100 ml 50 ml ചേർന്നാൽ 100 ml ഉണ്ടാവും. ഓക്കെ, അങ്ങനെ അത്രയും ഫോം ചെയ്യുന്നു എന്ന് പറയാം. ദസ് ഇവിടെ തന്നിരിക്കുന്ന ആർഗ്യുമെൻറ്റ് നമുക്ക് നോക്കാം. ദസ് ദി വോളിയം ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ വിത്ത് കമ്പൈൻ ടുഗദർ, ദാറ്റ് ഈസ് 100 ml ആൻഡ് 50 ml. വോളിയം ഓഫ് ദി റിയാക്റ്റൻറ്റ്, ഞാൻ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ ഇങ്ങനെയാണ്.
when gaseous reactant combine to form gaseous product, a simple ratio exists between volume of the reactant and volume of the product. ഇവിടെ വോളിയം ഓഫ് ദി റിയാക്റ്റൻ്റ് സിമ്പിൾ റേഷ്യോയിൽ ഇരിക്കുന്നു 2:1 എന്നുള്ള റേഷ്യോ, അതാണ് ഇവിടെ പറയുന്നത്. ദിസ് വോളിയം ഓഫ് ദി ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ വിച്ച് കമ്പൈൻ ടുഗദർ, ദാറ്റ് ഈസ് 100 ml വിത്ത് 50 ml, വി ആർ എ സിമ്പിൾ റേഷ്യോ ഓഫ് 2:1. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗേഷ്യസ് റിയാക്റ്റൻ്റ് കമ്പൈൻ ചെയ്തിട്ട് ഗേഷ്യസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോഴത്തേക്ക് ഒരു സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ചെയ്യുന്നു വോളിയം ഓഫ് ദി റിയാക്റ്റൻറ്റിൻ്റെ കേസിലും വോളിയം ഓഫ് ദി പ്രോഡക്റ്റിൻ്റെ കേസിലും എന്ന് നമുക്ക് മനസ്സിലായി. ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് പറയുന്നത് അവഗാഡ്രോസ് ലോ എന്ന സെക്ഷനാണ്. എന്താണ് അവഗാഡ്രോസ് ലോ? അവഗാഡ്രോസ് ലോ എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇനിയും പഠിക്കാനുള്ളതാണ്. അവഗാഡ്രോ എന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത ലോ ആണ്. അവഗാഡ്രോ പ്രപ്പോസ്ഡ് ദാറ്റ് equal volume of gases at the same temperature and pressure should contain equal number of molecules. ഈക്വൽ വോളിയം ഉള്ള ഗ്യാസസ് നമ്മൾ എടുത്തു. അണ്ടർ ദി കണ്ടീഷൻ ഓഫ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇറ്റ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് തുല്യമായിട്ടുള്ള വ്യാപ്തമുള്ള അല്ലെങ്കിൽ വോളിയമുള്ള നമ്മൾ ഗ്യാസസ് എടുത്തു. അതിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ എന്നത് സെയിം ടെമ്പറേച്ചറും പ്രഷറുമാണ്. ഒരേ താപനിലയിലും ഒരേ പ്രഷറിലും നമ്മൾ വെച്ചു. ആ ഗ്യാസസ് കണ്ടെയ്ൻ ചെയ്യുന്നത് സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും എന്ന് പറയുന്ന ലോ ആണ് അവഗാഡ്രോസ് ലോ. മീൻസ് ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദി കണ്ടീഷൻ ഓഫ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നതാണ് അവഗാഡ്രോസ് ലോ എന്നതിൽ കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ആദ്യത്തെ കാര്യം. അടുത്തതായിട്ട് ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒന്നുകൂടെ പറയാം, 2 ഗ്യാസസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ 2 ഗ്യാസസിൻ്റെ വോളിയം സെയിം ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ സെയിം ടെമ്പറേച്ചറും പ്രഷറുമാണ്. ഇത്തരത്തിൽ സെയിം ടെമ്പറേച്ചറും പ്രഷറും പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് സെയിം ആയിരിക്കും, നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും എന്ന് പറയുന്ന ഗവേൺ ചെയ്യുന്ന ലോ ആണ് അവഗാഡ്രോസ് ലോ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി മനസ്സിലായില്ല എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി കൂടെ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, അതായത് മാറ്റർ കമ്പോസ് ചെയ്തിരിക്കുന്നത് ആറ്റംസ് കൊണ്ടിട്ടാണ് എന്നതാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. Although the origin of idea that matter is composed of small individual particles called atomio. Atomio means indivisible എന്നാണ്, ഇൻഡിവിസിബിൾ എന്നതാണ് അർത്ഥം, കോൾഡ് ആറ്റംസ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യമാണ് ജോൺ ഡാൾട്ടൺ ആണ് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്നും ഡാൾട്ടൺസ് അറ്റോമിക് തിയറീൻ്റെ പോസ്റ്റുലേറ്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടിട്ടാണ്. മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻവിസിബിൾ ആറ്റംസ്. All the atoms of given element have identical properties and shape. Atoms of different element have different mass and properties. അടുത്ത പോയിന്റ്, compounds are formed when atoms of different elements combines in a fixed ratio. അടുത്തത്, chemical reactions involve reorganization of atoms. These are neither created nor be destroyed in a chemical reaction. ഇത്രയും കാര്യമാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പറയുന്നത്. സിമ്പിളായിട്ട് പറയാം, ഒരു മാറ്ററിൽ ഇരിക്കുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള ആറ്റംസ് ആണ്. ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ്, ഒരേ മൂലകത്തിൻ്റെ ആറ്റംസ് നോക്കിയാൽ അത് സെയിം സൈസും പ്രോപ്പർട്ടീസും കാണിക്കും. ഡിഫറെൻ്റ് എലമെൻറ്റിൻ്റെ ആറ്റംസ് നോക്കിയാൽ അത് ഡിഫറെൻറ്റ് സൈസും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസും കാണിക്കും. കോമ്പൗണ്ട് ഉണ്ടാവുന്നത് ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂലകത്തിൻ്റെ ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഇനി അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവിങ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. അപ്പം അറേഞ്ച്മെൻറ്റ് വഴിയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ആറ്റംസിനെ കുറിച്ച് പറയാനാണ്, ഈ ആറ്റംസ് നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് എന്നതാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നതിലും സെയിം കൺസെപ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും പോസ്റ്റുലേറ്റ്സ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പാർട്ടിലൂടെ അടുത്ത സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം വീഡിയോ മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.